If there are any issues in between, ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയുക. So starting with probability distribution, last session we have discussed on the same, but I will quickly go through the concepts. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് എ റാൻഡം വേരിയബിൾ. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഔട്ട്കം അസ്യൂം ചെയ്യുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾ. റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമ്മൾ തുടക്കം തൊട്ടേ കാണുന്നതാണ്. So tossing a coin is an example of a random experiment, and the sample space will be head അല്ലെങ്കിൽ tail ആയിരിക്കും. If you are interested in getting head ആണ് നമുക്ക് വരാൻ താല്പര്യമെങ്കിൽ we will assume the value as 1 and the tail as 0. So the probability is equal here. നമ്മൾ എടുക്കുന്ന കോയിൻ എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് കോയിൻ ആണെങ്കിൽ the probability will be 1/2 എന്ന് വെച്ചാൽ ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ വാല്യൂ വിൽ ബി ഈക്വൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ അസ്യൂം ചെയ്ത റാൻഡം വേരിയബിൾ ആണ് എക്സ്. We have discussed in the last session that random variable in most cases it will be denoted by the English alphabet x. വേറൊന്നും കൊണ്ടല്ല, കോമൺലി അങ്ങനെ വേരിയബിളിന് നമ്മൾ ലെറ്റ് എക്സ് ബി ദി എന്ന് പറഞ്ഞ് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന പോലെ തന്നെ ഇൻ കണ്ടിന്യൂഷൻ വിത്ത് ദാറ്റ് മോസ്റ്റ് കേസസ് റാൻഡം വേരിയബിൾ നമ്മൾ എക്സ് ആയിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത്. സോ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റാൻഡം വേരിയബിൾസ് ആർ ബേസിക്കലി ടു ടൈപ്സ്. ഡിസ്ക്രീറ്റ് വേരിയബിളും ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിളും ഉണ്ട്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം അതൊരിക്കലും ഡെസിമൽ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ നമ്പർ ആവത്തില്ല. ഇറ്റ് വിൽ ഓൾവേസ് ബി എ കൗണ്ടബിൾ ഫിഗർ. അതൊരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. വി കാണ്ട് ഹാവ് എ ഡെസിമൽ വാല്യൂ ഓർ എ ഫ്രാക്ഷണൽ പാർട്ട്. അതാണ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ എ കണ്ടിന്യൂം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചിനകത്ത് വരുന്ന ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. അതിനെയാണ് ഈ കണ്ടിന്യൂം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി 1.25 1.75 2.35 ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. അപ്പം അങ്ങനെ ഒരു റാൻഡം വേരിയബിൾ എനി വാല്യൂ ദാറ്റ് ഈസ് ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ട് അങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് റാൻഡം വേരിയബിൾ വിൽ ബി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു ഡിസ്ക്രീറ്റിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും. ദെൻ വി ഹാവ് ഡിസ്കസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് പ്രോബബിലിറ്റി/തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു പാർട്ട്. സോ പ്രോബബിലിറ്റി ഓഫ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് വി വിൽ റെക്കോർഡ് ദെയർ പ്രോബബിലിറ്റീസ്. അങ്ങനെ ഒരു ടേബിളിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് പ്രോബബിലിറ്റി ഓർ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടു 2 ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആസ് വെൽ ആസ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. റാൻഡം വേരിയബിൾസ് ഫോർ ദി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് ദി റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആനദർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ ഇവിടെ ഇപ്പോൾ 2 കോയിൻ ടോസ് ചെയ്യുന്ന കേസിലെ ഔട്ട്കമും അതിൻ്റെ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിളായ എക്സിൻ്റെ വാല്യൂസ് അത് നമ്മൾ റെക്കോർഡ് ചെയ്തു, അതിൻ്റെ പ്രോബബിലിറ്റി. ഈ ഒരു ടേബിളിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ ദിസ് വിൽ ബി പ്രിപ്പയർഡ് ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ആസ് വെൽ ആസ് റാൻഡം. Then we have discussed the short term called mathematical expectation. ഒരു probability distribution mean or the average value is called the mathematical expectation of that probability distribution. So ഇത്രയാണ് last day we have discussed. So ഇതിനകത്ത് with peculiar നമ്മുടെ probability distribution അകത്ത് പറഞ്ഞു there are distribution for discrete as well as continuous. ഇതിനകത്തുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇന്നത്തെ സെഷനിലകത്ത് നമ്മൾ പറയുന്നു. ദാറ്റ് ഈസ് ബേസിക് തിയറി ഓൺ ദാറ്റ് ടോപ്പിക് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലം. കൂടുതലും പ്രോബ്ലം ആണ് ഫോക്കസ് ചെയ്യുന്നത്. തിയറി ഐ ഹാവ് ഷെയർഡ് ടു യുവർ ആസ് എ PDF. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. റെസ്റ്റ് ഓഫ് ദ സെയിം യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. കാരണം വേറെ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന അല്ലാതെ ഉള്ളതൊന്നുമില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ആണ് ദാറ്റ് യു വിൽ ഗെറ്റ് ഫ്രം ദിസ് ക്ലാസ്.
Next day, we will discuss, or in the next session, we will discuss on the Poisson distribution. And finally, we will conclude this session or this module by normal distribution discussion. Normal distribution, it takes nearly two sessions എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് normal distribution പറയാനായിട്ട് പറ്റത്തുള്ളൂ. Okay, moving on to the binomial distribution. So the binomial distribution, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ബൈനോമിയൽ ആൻഡ് പോസ്വാ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് വി സെഡ് ഏർലിയർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞു. A discrete random variable is one which assumes only the integer value. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this distribution assumes only the integer values. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, there are basically നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ there is yet another one more classification, that is observed and the actual. That is the frequency distribution. Frequency distribution in short at frequency distribution. This frequency distribution can again be classified into two: observed and theoretical. This observed frequency distribution is based on the observed എന്ന് പറയുമ്പോഴത്തേക്കും ആസ് യു നോ ഇപ്പൊ നമ്മുടെ വെതർ കണ്ടീഷൻസ് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മെട്രോളജി ദി ക്ലൈമറ്റ് വെതർ കണ്ടീഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അവർ ആക്ച്വൽ ഓരോ ദിവസവും കിട്ടിയ റെയിൻഫോള് ദെൻ ക്ലൗഡ് അങ്ങനെ കുറെ അവർക്ക് കുറെ കാര്യങ്ങളുടെ ബേസിസിലാണ് ദേ വിൽ എസ്റ്റിമേറ്റ് വെദർ ഇറ്റ്സ് റെയിൻ ടുമോറോ ഓർ നോട്ട്. അപ്പം ആക്ച്വലി സംഭവിച്ച കാര്യങ്ങൾ, അതായത് ഒരു ദിവസം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കിട്ടിയ റെയിനിന്റെ ഡേറ്റ, റെയിൻഫോളിന്റെ ഡേറ്റ, ഇങ്ങനെയൊക്കെ ആക്ച്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും. എന്നാൽ തിയറിറ്റിക്കൽ അല്ലെങ്കിൽ വാട്ട് വി ആർ ഡിസ്കസിങ് നൗ, ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് എക്സ്പീരിയൻസ്, നമുക്ക് പണ്ട് നടന്നിട്ടുള്ള എക്സ്പീരിയൻസോടുകൂടെയോ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് ഡേറ്റ. If you are preparing a frequency distribution, such a distribution will be known as the theoretical distribution, frequency distribution. Just to familiarize with the theoretical part, I will discuss it. Moving on to the topic of today's discussion, that is binomial distribution. Our binomial distribution is also known as Bernoulli process. It is also known as Bernoulli process. Very important.
It is known as Bernoulli process because ഈ distribution അല്ലെങ്കിൽ ഈ process is named after a mathematician called James Bernoulli. James Bernoulli. It is called as Bernoulli process. അങ്ങനെ ഒരു പേര് വരാൻ കാര്യം a binomial distribution or a Bernoulli process should have some features. Very important. എപ്പോഴും theory portion you can expect a question from this part. What are the features of Bernoulli process? അല്ലെങ്കിൽ ഒരു binomial distributionന്റെ features എന്താണ്? Always you can expect a question from this part. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if you are repeating an experiment with two possible outcomes, അതായത് രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് പോസിബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാം, ടോസിങ് ഓഫ് എ കോയിൻ, ഹെഡ് ആൻഡ് ടെയിൽ. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് മാച്ചിന് മുന്നേ ഒക്കെ നമ്മൾ വി യൂസ് ടു ഹാവ് ബെറ്റ് ഇന്ന ഹെഡ് കിട്ടിയാൽ ഇന്ന ടീം ബാറ്റ് ചെയ്യും, ഓർ ദ ഓപ്പോസിറ്റ് ടീം വിൽ ഗോ ഫോർ ബോളിംഗ്. അങ്ങനെ നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ വരുമ്പോൾ ദർ ഇസ് പോസിബിൾ ടു ഔട്ട്കംസ്, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ഉണ്ടാവാനുള്ള ചാൻസ്. അങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ്സിൽ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ കേട്ടോ. അപ്പം വി ആർ ഫോക്കസിങ് അല്ലെങ്കിൽ വി ആർ നാരോവിങ് ഡൗൺ അവർ ഡിസ്കഷൻ to a situation where an experiment is having only two possible outcome. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ രണ്ട് പോസിബിൾ ഔട്ട്കം ഉണ്ടാകുന്ന സിറ്റുവേഷൻ മാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പെരിമെന്റ്സിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബെർണൂളി പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽസ്. അപ്പം എന്താണ് നമുക്ക് ട്രയൽ എന്നറിയാം. Each time when we are carrying out an experiment, ഒരു എക്സ്പെരിമെന്റിനെ നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ we will call it as a trial. അപ്പോൾ ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ബെർണൂളി പ്രോസസ്സിന്റെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ബെർണൂളി പ്രോസസ് എന്താണെന്ന് ചോദിച്ചാലും, ബെർണൂളി പ്രോസസ്സിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും ദ ആൻസർ ഇസ് ദ സെയിം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈച്ച് ടൈം നിങ്ങൾ ഓരോ പ്രാവശ്യവും ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈച്ച് ടൈം വെൻ യു പെർഫോം ദ ട്രയൽ ഇറ്റ് ഷുഡ് ഹാവ് ടു പോസിബിൾ ഔട്ട്കംസ്, ദാറ്റ് ഇസ് സക്സസ് ആൻഡ് ഫെയിലിയർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ബെർണൂളി ട്രയൽ എന്ന് പറയത്തുള്ളൂ. Okay. Then the third thing is the P or the possibility of success remains the same. Okay. So ആദ്യം നമ്മൾ പറഞ്ഞു the first and important element is it should have a fixed number of trial. ഒരു fixed number of trial ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ 10 times, 10 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഫിക്സഡ് നമ്പറായി. സെക്കൻഡ് തിങ് അതിന് രണ്ട് ഔട്ട്കമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ ടോസിങ് എ കോയിൻ്റെ കേസിൽ പറഞ്ഞാൽ രണ്ട് ഔട്ട്കം, ഹെഡും ടെയിലും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് സ്റ്റുഡൻസിന് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഹെഡ്, നിങ്ങൾക്ക് താല്പര്യം ഹെഡ് കിട്ടണമെന്ന്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഹെഡ് കിട്ടിയാൽ സക്സസ്, ടെയിൽ കിട്ടിയാൽ ഫെയിലിയർ. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. തേർഡ് വൺ ഇസ് ദി പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അതാണ് പി ഓഫ് സക്സസ് എന്ന് എഴുതിയിരിക്കുന്നത്. ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഷുഡ് ബി കോൺസ്റ്റന്റ് ഫ്രം ട്രയൽ ടു ട്രയൽ, അല്ലെങ്കിൽ എല്ലാ ട്രയലിലും അത് സെയിം ആയിരിക്കും. ആൻഡ് ദ ട്രയൽ ഷുഡ് ബി ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇൻഡിപെൻഡന്റ്, ദാറ്റ് ഇസ് ദ ഔട്ട്കം ഓഫ് വൺ ട്രയൽ is not influenced by the previous trial. അല്ലെങ്കിൽ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി
Bernoulli process or the binomial distribution. Next, we are moving on. Next, we are moving on to an important area called the probability density function. So, what is this probability density function? It is the formula. Okay. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഫോർമുലയാണ്. For what purpose you are using this formula? You are using this formula to calculate the probability associated with different values of a random variable. Okay. That is, you are using this formula for calculating probability associated with different values of a random variable. Hope you remember ഞാൻ last session അകത്ത് നിങ്ങൾക്ക് when I am discussing about the distribution നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ 0 1 2 ഇങ്ങനെ ടേബിൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി വിൽ ബി റിട്ടൺ ഓവർ ഹിയർ 1/8 2/8 നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ഒബ്സർവേഷൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് ആണ് നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി ദാറ്റ് വി ക്യാൻ ഡയറക്ട്ലി കാൽക്കുലേറ്റ്. പക്ഷെ എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പം ടോസിങ് ഓഫ് എ കോയിൻ ഒക്കെ നമുക്ക് വി ക്യാൻ ഡു ഇറ്റ് ആസ് സച്ച്. നമുക്ക് ഇങ്ങനെ എത്ര കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്, വാട്ട് ക്യാൻ ബി ദി ഔട്ട്കം എന്നുള്ള രീതിയിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ബട്ട് സർട്ടൺ കേസസ് ഇറ്റ് മേ നോട്ട് ബി ദ സിറ്റുവേഷൻ. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി. We have to find the probability based on a formula. ആ ഫോർമുല എന്താണെന്നാണ് പറയുന്നത്. This is very important. This is the calculation part. Binomial distribution ആയാലും Bernoulli process ആയാലും അതിന്റെ calculation part ആണ്. That is P of x. ഓൾറെഡി ഞാൻ പറഞ്ഞു x എന്ന് പറയുന്നതാണ് റാൻഡം വേരിയബിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ റാൻഡം വേരിയബിൾ എക്സ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി. എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ. ഓക്കെ. NCR നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് NCR. n factorial divided by n minus r factorial into r factorial. So that is the first part. What is P and what is Q? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the probability of success.
and Q denotes probability of failure. And what is the small letter n? That you all know, it is the number of trials. Trials, TRIALS, it can also be used in certain textbooks. It is also TRAILS. Okay, the correct usage is this one. ചില മെറ്റീരിയലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും you will get the other one also. Then what is NCR? നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് NCR. NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N objects taking R at a time. രണ്ട് കോയിൻ ആണോ മൂന്ന് കോയിൻ ആണോ N objects taking R times. So this is the probability density function. So you can write down the same. എഴുതിയെടുക്കുക എങ്കിലും ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ you can also do the problem with me. Okay. I hope you have completed the same. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് അല്ലെങ്കിൽ ജസ്റ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ in order to apply the basic thing you should keep in mind is the number of trials എന്തായിരിക്കണം ഫിക്സഡ് ആയിരിക്കണം it should not be a large one. That is, if the number of trial is large, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ ഔട്ട്കംസ് ഒന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു യൂസ് ദിസ് ഫോർമുല ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ. Before going on to the question, I will give you an example of
how we will use this formula. Say for example, you are tossing a coin, tossing 3 coins at a time. Okay. അതായത് ഞാൻ പറയുന്ന എക്സാമ്പിളിന്റെ ക്രക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം along with me. അപ്പോൾ സൈമൾട്ടേനിയസ്ലി നിങ്ങൾ 3 കോയിൻ സൈമൾട്ടേനിയസ്ലി ഒരേ സമയം 3 കോയിൻ ടോസ് ചെയ്യുന്നു. സോ ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. ദീസ് കോയിൻസ് ആർ ബാലൻസ്ഡ് കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ഉള്ള ചാൻസ് ഈക്വൽ ആണ്. ക്ലിയർ? So we can say that the probability of success and the probability of failure is the same. അതിപ്പോൾ നിങ്ങൾ ഹെഡ് ഇൻട്രസ്റ്റ് ചെയ്ത് ടോസ് ഹെഡ് കിട്ടാൻ താല്പര്യപ്പെട്ട് ടോസ് ചെയ്താലും ടെയിൽ കിട്ടാൻ താല്പര്യപ്പെട്ട് നിങ്ങൾ ടോസ് ചെയ്താലും ഈക്വൽ ചാൻസ് ആണ്. So P and Q is 0.5, 0.5. So നമ്മൾ പറഞ്ഞു NCR, that is you are taking n objects. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കോയിൻ ആണ്. അപ്പോൾ 3 കോയിൻ. How many times you are repeating, or the value or the R value that remains or it changes. Okay, എത്ര objects are, or how many times you are making or repeating n objects taking R at a time എന്നുള്ളത് അത് ഇറ്റ് ഡിഫേഴ്സ്. നമുക്ക് ഓരോ സിറ്റുവേഷൻ അപ്ലൈ ചെയ്തേ നമുക്ക് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എക്സ്, നമ്മളൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കാം. ഫസ്റ്റ് കോളം വിൽ ബി ദി എക്സ് വാല്യൂ, then it's probability, or we can say that probability of x. ഒന്ന് ഫ്രാക്ഷൻ ആയിട്ട് ഒന്ന് ഡെസിമൽ ആയിട്ട് പ്രസന്റ് ചെയ്യാം. So suppose you are again interested in your getting heads. Okay, അപ്പോൾ 0 ഹെഡ് ആവാൻ ചാൻസ് ഉണ്ട്, 1 ഹെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. There is possibility of 2 heads and there is possibility of 3 heads. ഇതാണ് സിറ്റുവേഷൻ. അപ്പം നമ്മൾ ആസ് വി സെഡ് 0 ഹെഡ്സ് വരാനുള്ളത് 1/8 ആണ്. ഞാൻ ലാസ്റ്റ് ഡേയ്സ് എക്സാമ്പിൾ യൂസ് ചെയ്യാണ്. 3/8, 3 ഹെഡ് വരാം. Then 3/8, 2 ഹെഡ്സ് വരുന്നു. ആൻഡ് ഫൈനലി 3 ഹെഡ് വരാനുള്ള ചാൻസസ് 1/8. ഈ ലാസ്റ്റ് ഫിൽ ചെയ്യാൻ വരട്ടെ, ലെറ്റ് ഇറ്റ് ബി ദർ. ഈ ലാസ്റ്റ് കോളം, ദാറ്റ് ഇസ് വാട്ട് എവർ വി ഹാവ് ഫൗണ്ട് ഔട്ട് ഹിയർ, നമ്മളിപ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച അതേ കാര്യം തന്നെയാണ്. ഇൻ ദി ഫസ്റ്റ് പാർട്ട് വി ഹാവ്
used it based on our listing out process. എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഡേ കണ്ട പോലെ നിങ്ങളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതത്തില്ലേ, 3 ഹെഡ്, അതൊരു ഔട്ട്കം. ആദ്യത്തെ 2 കോയിൻ്റെ ഹെഡ്, ടെയിൽ, ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് എഴുതുന്നതിൻ്റെ ഔട്ട്കമാണ് അതായി എഴുതിയേക്കുന്നത്. റാദർ ദാൻ ദിസ്, ഇതല്ലാതെ ഇപ്പം നമ്മൾ പഠിക്കുന്ന ഫോർമുല യൂസ് ചെയ്ത് ഹൗ വി വിൽ ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി വാല്യൂ. അതാണ് ഞാൻ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. സേ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കേസിൽ എന്താണ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ എക്സ് വാല്യൂ ഇസ് 0. You all know n is 3, r is 0. Okay. p യുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഇസ് 0.5 raised to again r 0, 0.5 raised to 0. So NCR ഇത് ആദ്യം സോൾവ് ചെയ്യുക. That is, it will be like this: n factorial 3 into 2 into 1 divided by n minus r factorial. That is also 3 into 2 into 1 into r factorial. So the final answer you will get is 0.125. Okay, ഇവിടെ 0.5 raised to 0യും 0.5 raised to 0 it becomes 1. അങ്ങനെയാണ് 0.125 കിട്ടിയത്. ജസ്റ്റ് നിങ്ങൾ ഇതിനെ ഈ 1/8ൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചാലും വാട്ട് യു വിൽ ഗെറ്റ് ആൻസർ 0.125. Moving on to the next one, that is x value is 1. So p of x is equal to 1. NCR, that is 3C1. Probability of success is 0.5 തന്നെയാണ്. Raised to 1, 0.5 raised to 1. ഈ 3C1 അത് വേണമെങ്കിൽ കോംപ്ലിക്കേഷൻ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യാം using the formula NCR, n factorial divided by n minus r factorial into r factorial. Three minus 1 factorial into 1 factorial. Okay, you can strike it out. Simplify ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. Here there will be 3 into 2 into 1 into 2 into 1 into 1. So you can strike these two. 2 into 1 and 2 into 1. Here it is n minus, to change it, here it is n minus r ആണ്. അപ്പോൾ n എന്ന് പറയുന്ന വാല്യൂ is 3 and the r value is 1. So 3 minus 1.
Here you will get the answer as 3 e part 0.5 raised to 1 0.5 തന്നെ into 0.5 raised to 2 ആണ്. Final answer, you will get a decimal value which is equivalent to 3 by 8. 0.375. Okay, is 0.5 into 0.5, that is 0.25 to, so 0.25 into 0.5 into 3, you will get this answer. Arkingle doubt uണ്ടെങ്കിൽ you can post in the chat box. So the final answer would be 0.375. Okay, ഇതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വാല്യൂ 1 എടുത്ത് ചെയ്തു, എക്സ് വാല്യൂ 2 എടുത്ത് ചെയ്യുമ്പോഴും you will get an answer which is equivalent to the fractional part. നിങ്ങൾ എഴുതിയ 3 out of 8 അതേ വാല്യൂ തന്നെ കിട്ടും. And when you take x is equal to 3, you will get a value that is equivalent to the fractional part 0.125. പ്രോബ്ലം ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. യു ക്യാൻ ട്രൈ പറഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മൾ എക്സ് 1 എടുത്ത് ചെയ്ത പോലെ യു ക്യാൻ ഡു എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 3. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 ഒന്നും കൂടെ പറയാം. ഓക്കെ ഫൈൻ, ഇതൊന്ന് റബ് ചെയ്തോട്ടെ. അപ്പോൾ ഫൈനലി ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെൻ യു ആഡ് അപ്പ് ഇതെല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കും 1 കിട്ടും. ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി 1. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് എ സാമ്പിൾ സ്പേസ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു, അതായത് പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡൗട്ട് ചോദിച്ചു 0 ആവുന്ന സിറ്റുവേഷൻ, എക്സ് വാല്യൂ ഇസ് 0, ആദ്യം ഈ പറഞ്ഞ പോലെ യു ബെറ്റർ ഡു ദ ഫസ്റ്റ് പാർട്ട് 3C0 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇൻറ്റു 0.5 റേസ് ടു ആർ, ദാറ്റ് ഇസ് 0, 0.5 റേസ് ടു 3 minus 0. Here when you do 3C0, that is NCR, n factorial divided by n minus r factorial into r factorial. ആദ്യം ആ പോർഷൻ സോൾവ് ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്യാം. ദാറ്റ് ഇസ് 3 into 2 into 1 divided by 3 minus 0 is again 3 factorial, that is 3 into 2 into 1. 0 factorial is 1.
ഇത് ഫുള്ള് കട്ടായി പോവും. Except the one. See, any number raised to 0 is 1. അപ്പോൾ 0.5 raised to 0, 1 into ഈ പാർട്ട് 0.5 raised to 3 minus 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഇറ്റ് ഇസ് 0.5 raised to 3 എന്നാണ് മീനിങ്. That is, you have to multiply 0.5 into 0.5 into 0.5. So it is 0.125. Okay, already ഇവിടെ ഒരു 1 ഉണ്ട്. So that 1 by 1 is 1 itself is into 1 into 0.125 is 0.125. Hope it is clear. You can use the chat box in reply. To clear ayal, you will be able to do problems. Others can also reply. Endeavor doubt undevello clear aanengil you can reply as clear. In case you would explain, I will explain. ഞാൻ പറയുന്ന ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? സ്ക്രീൻ നിങ്ങൾക്ക് നേരെ കാണാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ശരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പാർട്ട് എന്നുള്ള രീതിയിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഓൾവേസ് റിമെമ്പർ, ഈ എൻ എന്ന് പറയുന്ന വാല്യൂ ഒരു ലാർജർ നമ്പർ ആണെങ്കിൽ, ഇപ്പം 50 പ്രാവശ്യം ഒരാൾ കോയിൻ ടോസ് ചെയ്യുന്നു. ഇമാജിൻ ദ സിറ്റുവേഷൻ, നിങ്ങൾ എങ്ങനെ ഔട്ട്കം എഴുതിയിടും? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ when the number of trials is a larger number, it is very difficult to you to apply this, because you find difficulty in applying or listing out the favorable outcome. So the first question എന്ന് പറയുന്നത്, the probability that a patient recovers from a delicate heart operation is 0.9. Okay. അതായത് ഒരു ഹാർട്ട് സർജറി ചെയ്ത് ഒരു പേഷ്യന്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.9. What is the probability that exactly 5 of the next 7 patients, ഇനിയുള്ള 7 പേഷ്യൻസിൽ 5 പേര്, അതായത് ഇനി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഹാർട്ട് സർജറി അണ്ടർഗോൺ ചെയ്യാൻ പോകുന്ന 7 പേഷ്യൻസിൽ എക്സാക്ട്ലി 5 പേര് ഓപ്പറേഷൻ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പാർട്ട് ഇസ് ക്ലിയർ. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, വാട്ട് എവർ ബി ദ ക്വസ്റ്റ്യൻ, ആദ്യം നോക്കേണ്ടത് there should be a fixed number of trials. ഇവിടെ എത്ര പേഷ്യൻസ് ഉണ്ട്?
7 പേര്. ഓക്കെ, ഇറ്റ് ഇസ് ക്ലിയർ. അപ്പൊ ആദ്യത്തെ നമ്മുടെ ബൈനോമിയലിന്റെ ഒരു ഫീച്ചർ ഇസ് കവേർഡ്. There should be a fixed number of trial. Second thing, you should be able to segregate സക്സസും ഫെയിലിയറും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, the probability of success, it is denoted by P, അത് 0.9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, so what will be the value of failure? 1 minus P. അതായത് സക്സസ് 90% ആണെങ്കിൽ അല്ലെങ്കിൽ 0.9 ആണെങ്കിൽ ഫെയിലിയർ അതിൻ്റെ ബാക്കി പോർഷൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 1 ആണ് ടോട്ടൽ നമ്മുടെ എപ്പോഴും പ്രോബബിലിറ്റി വാല്യൂ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിൽ 0.9 സക്സസ് ആണ്. അപ്പോൾ ഫെയിലിയർ വിൽ ബി 0.1. ചില ക്വസ്റ്റ്യനിൽ ഫെയിലിയർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സക്സസ്. തിരിച്ചു. ഓക്കെ, ഇവിടെ സക്സസ് തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ റിക്കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഈ പെർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെന്റിനെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് പി എന്ന് പറയുന്നത് 0.9ഉം ക്യൂ എന്ന് പറയുന്നത് അതിൻ്റെ റിമൈനിങ് പോർഷൻ 0.1. അപ്പോൾ വി ഹാവ് ഫൗണ്ട് ഔട്ട് 2 വാല്യൂസ് പി ആൻഡ് ക്യൂ. ഇനി നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് അവർ ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽ? ഇറ്റ് ഇസ് 7 പേഷ്യൻസ് ആണ് ഉള്ളത്. നിങ്ങൾ എക്സാക്ട്ലി എത്ര പേരെയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? 7 പേരിൽ യു ആർ ഗോയിങ് ടു ചെക്ക് ഔട്ട് അബൌട്ട് 5 കേസസ്. ഓക്കെ, സോ ആർ വാല്യൂ ഇസ് 5. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ബെർണൂളി പ്രോസസ്സിന്റെ ഫീച്ചേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ? ദർ ഷുഡ് ബി എ ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽ. ഇവിടെ അതുണ്ട്. നമ്പർ ഓഫ് പേഷ്യൻസ് 7 ആണ്. ഓക്കെ, സെക്കൻഡ് തിങ്, സക്സസും ഫെയിലിയറും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 0.9ഉം 0.1. തേർഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് സക്സസ് മാറുമെന്നോ അല്ലെങ്കിൽ പേഷ്യൻ്റെ റിക്കവറി ചാൻസ് വ്യത്യാസം വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ we can assume that it is constant. The probability of success is constant. അത് third thing. Fourth one, replication or the repetition of the trial should be possible. അതായത് ഏതാണോ നമ്മുടെ എക്സ്പെരിമെന്റ് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പോൾ ഇവിടെ ഹാർട്ട് സർജറി ആണ് എക്സ്പെരിമെന്റ്. ഓരോ തവണയും ഹാർട്ട് സർജറി ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ ട്രയൽ. നമുക്ക് ഫിസിക്കലി ആ ട്രയൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് ബി കൺവിൻസബിൾ. പക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റുന്നതെങ്കിലും ആയിരിക്കണം. ദാറ്റ് ഈസ് എ കേസ് ഓഫ് ദ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വി ഹാവ് ഗോട്ട് എന്താണ് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി വാല്യൂ ചെയ്യാനുള്ള ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വി ക്യാൻ denote. First we have to declare our random variable. So let x denotes the number of patients recovered. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ preparing a table ഈ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താൽ
0 പേഷ്യൻ്റ് റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. 1 പേഷ്യൻ്റ് റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. 2 പേര് റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. 3 പേര് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 4 പേഷ്യൻസ് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 5 പേഷ്യൻസ് റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം 7 പേര്. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ ഇതാണ്. ഇങ്ങനെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്താൽ ആ ടേബിളിനെയാണ്, അതായത് പ്രോബബിലിറ്റി വാല്യൂ കൂടെ ഉൾപ്പെടുത്തിയാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. പക്ഷേ അവർ ക്വസ്റ്റ്യൻസ് 0, 1 എല്ലാം കണ്ടുപിടിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 5 പേര്, അതായത് ഇനി നടത്താൻ പോകുന്ന 7 ഓപ്പറേഷനിൽ 5 പേര് ഒരു സക്സസ്ഫുള്ളി റിക്കവറായി വരാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പം നമ്മൾ എടുക്കുക ഇങ്ങനെയായിരിക്കും, പ്രോബബിലിറ്റി ഓഫ് എക്സ്, ഇവിടെ വാല്യൂ 5, okay, would be equal to NCR P raised to small letter ആണ്, Q raised to N minus R. Okay. N, you know it in advance, that is 7, and you are taking at least 5 പേരെങ്കിലും, അല്ലെങ്കിൽ എക്സാക്ട്ലി 5, എക്സാക്ട്ലി ആണ്, കൃത്യം 5 പേര് അറ്റ്ലീസ്റ്റ് വിട്ടേക്ക്. ഇപ്പം എക്സാക്ട്ലി നോക്കാം ആദ്യം. അപ്പോൾ 5 പേര്, ഓക്കെ, 5 പേര് സർവൈവ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഫോർ ദാറ്റ് യു ഹാവ് ടു ഫസ്റ്റ് വർക്ക് ഔട്ട് ഞാൻ ജസ്റ്റ് സ്പേസിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് മുകളിലോട്ട് എഴുതുന്നുണ്ട്. So 7C5, P is 0.9 raised to 5, and Q is 0.1 raised to N minus R, that is 7 minus 5. So 7C5, ആദ്യം അത് വർക്ക് ഔട്ട് ചെയ്യുക. What is 7C5? You can either work it along with this or you can do it separately. Seven factorial divided by 7 minus 5 factorial into 5 factorial. Okay, after working out, you will get the value of what is the probability that out of the 7, how many will survive in that.
ഇപ്പോൾ NCR, so 7C5, 7 into 6 into 5 factorial divided by 2 into 1 into 5 factorial. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ ഡയറക്റ്റ്ലി എടുത്താൽ you can do it by yourself. Then finally it will be 21. Zero point 124 would be the answer. Zero point 124. This is the answer. If you have any doubt, we can clear on the next class. Next session, I will inform the same. ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വി വിൽ വർക്ക് ഔട്ട് മോർ പ്രോബ്ലം. ഒരു 4 to 5 questions we will work on the same. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ.